സോ ഇന്ന് നമ്മുടെ ഡേ 3 ഓഫ് ചലഞ്ച് ആണ്. ഇന്നത്തെ ഡേ 2 കുഴപ്പമില്ലാതെ പോയി. ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. സോ ഞാൻ ക്ലാസ്സിന് പോയിട്ട് ശേഷമാണ് ജിമ്മിന് പോണത്. ഞാൻ ഇതിപ്പോൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. തല നനച്ചില്ല. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ എന്നാൽ റെഡി ആവട്ടെ. മോർണിംഗ് യൂസ് ചെയ്യുന്നത് കോജിക് ആസിഡ് സെറം ആണ്, വിച്ച് ഈസ് പെയർഡ് വിത്ത് ഗ്ലൂട്ടാഹയ വാസ്ലിൻ മോയ്സ്ചറൈസർ ആൻഡ് ലെയർഡ് വിത്ത് ഡെർമാക്കോ സൺസ്ക്രീൻ. കുറച്ച് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിമ്പിൾസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം യൂസിങ് ലിപ്സ്റ്റിക്സ് ഫ്രം ദ ബ്രാൻഡ് മാർസ് ആൻഡ് ഐ ആം ഡൺ. നമ്മൾ ഇന്ന് മോർണിംഗ് കുടിക്കണത് ഡീടോക്സിഫൈങ് ഡ്രിങ്ക് ആണ്. നമ്മുടെ വാട്ടറിൽ ക്യാരറ്റ്, കുക്കുംബർ ആൻഡ് നമ്മൾ ചിയാ സീഡ് ഇന്നലെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ബാഗ് എടുക്കാം. കുറേ നാളായി ക്ലാസ്സിന് പോയിട്ട്, അതുകൊണ്ട് തന്നെ ബാഗും ബുക്കും ID കാർഡൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് തപ്പിപ്പിടിച്ചെടുക്കണം. പക്ഷെ ഒട്ടും സമയമില്ല, പെട്ടെന്ന് ബസ്സിന് പോകാം. ബസ്സിന് കൊണ്ടുപോകുമ്പോൾ എടുക്കണ ബുക്ക്, പെൻ, ID കാർഡ് മാത്രമല്ല, കഴിഞ്ഞിട്ട് ജിമ്മിന് പോകുന്നതുകൊണ്ട് തന്നെ ജിമ്മിന് ആവശ്യമായിട്ടുള്ള ഡ്രസ്, ഗ്ലൗസ്, ടവൽസ് ഒക്കെ എടുക്കണമായിരുന്നു. സോ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് 250 ഗ്രാം ഉപ്മാവാണ്. കൂടെ 2 ചെറുപഴവും ഉണ്ട്, ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. 2 എഗ് വൈറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി തന്നെ. പുറത്തിറങ്ങിയപ്പോഴാണ് ഈ നല്ല മഴ പെയ്ത് ചോർന്നൊരു കാലാവസ്ഥയായിരുന്നു. സോ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ എവിടെയും ചവിട്ടാതെ നേരെ ജിമ്മിലേക്ക് വിടാൻ നോക്കി. വഴി കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു മേള ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാ പിന്നെ അവിടെ കയറി അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാൻ ഓർത്തു. എന്റെ റോത്ത് തന്നെ ക്രോക്കറി ഐറ്റംസ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് അവർക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും സാധനങ്ങളൊക്കെ വളരെ അട്രാക്റ്റീവായ രീതിയിൽ നല്ല കളർ കോമ്പിനേഷനിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരായാലും ഒന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ ഇതിലൊന്ന് കയറി നോക്കി പോകും. ഒക്കെ കണ്ടിറങ്ങി ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് ഇതേ കടലൊക്കെ വിൽക്കുന്ന ചേട്ടനെ കണ്ട്. അപ്പോഴാണ് എൻ്റെ സുന്ദരിയെ ഞാൻ ഓർത്തത്. സുന്ദരിയെ സോപ്പിടാൻ ഇന്ന് ഒരു കടലൊക്കെ മേടിക്കാന്ന് ഓർത്തു. മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു തലശ്ശേരി ടൗൺ ഒന്നും അത്ര ക്രൗഡഡ് അല്ല ഇന്ന്. ഇനി വീഡിയോ എടുത്തോണ്ടിരുന്നാൽ നല്ല ലേറ്റ് ആവും. പിന്നെ ജിമ്മിന് പോയിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നേരെ ഓടി ബസ് കയറിയിട്ടുണ്ട്. ജിമ്മിലെത്തിയിട്ടുണ്ട്. നല്ല ലേറ്റ് ആയിപ്പോയി. അവിടെ ഒക്കെ അലഞ്ഞും തിരിഞ്ഞ് നടന്നിട്ട് നല്ല ലേറ്റ് ആയിപ്പോയി. 2:15 സമയം. 3 മണി വരെ ജിമ്മുള്ളൂ. സോ ഫുഡൊന്നും കഴിച്ചില്ല. വീട്ടിൽ പോയിട്ട് കഴിക്കാം. ആൻഡ് നമുക്ക് പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യും. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് വന്നിട്ട് ലാറ്റ് പുൾ ഡൗൺ ആണ്. 20 kg ആണ് വെയിറ്റ് എടുത്തേക്കണത്. ഇത് ബാക്ക് മസിലിനാണ് ഇത് വർക്ക് ആവണത്. ഈ വർക്കൗട്ട് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും സ്പൈനൽ സ്റ്റെബിലിറ്റിക്കാണ് ചെയ്യണത്. നെക്സ്റ്റ് ചെസ്റ്റ് വർക്കൗട്ട് വന്നിട്ട് സീറ്റഡ് കാബിൾ റോ ആണ്. ഈ വർക്കൗട്ട് നമ്മുടെ മൾട്ടിപ്പിൾ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അപ്പർ ബോഡിയുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഡ്രസ്സ് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ടീഷർട്ടിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വർക്കൗട്ട് വന്നിട്ട് കാബിൾ ലാറ്റ് പുൾ ഓവർ ആണ്. ഈ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ സൈഡിൽ കൊടുത്തേക്കാട്ടോ. വർക്കൗട്ട് വന്നിട്ട് സിംഗിൾ ആം ഡംബൽ റോ ആണ്. ബാക്ക് മസിലിന്റെ 3 വർക്കൗട്ട് ഞാൻ പുതിയതായിട്ട് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലും മിസ്റ്റേക്സ് ഉണ്ട്. ജിമ്മിലെത്താൻ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ട്രെയിനർ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഞാൻ എൻ്റെ മിസ്റ്റേക്സ് എല്ലാം തിരുത്തുന്നതായിരിക്കും. അടുത്ത ഞാൻ ചെയ്തേക്കുന്ന വർക്കൗട്ട് കൺവെൻഷണൽ ഡെഡ് ലിഫ്റ്റ് ആണ്. ഇതിൽ ഞാൻ ബാർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വെയിറ്റ് ഇട്ടിട്ടില്ല. ഡെഡ് ലിഫ്റ്റ് നമ്മുടെ മൾട്ടിപ്പിൾ മസിൽസിനെ എൻഗേജ് ചെയ്യിപ്പിക്കും. മാത്രമല്ല അത് നമ്മുടെ പവർ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ഇംപ്രൂവ് ആവും. അടുത്ത ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് മെഷീൻ പുള്ളപ്പ് ആണ്. എൻ്റെ വെയിറ്റ് വന്നിട്ട് 71 kg ആണ്. ഞാൻ ഇതിൽ ഇട്ടേക്കണത് 54 kg ആണ്. ഇതിൽ നമ്മളെ വെയിറ്റിനേക്കാൾ 10 kg കുറച്ചിട്ടാണ് ഇടേണ്ടത്. ഞാൻ കുറച്ച് 54 വരെ എത്തിച്ചേക്കുവാണ്. ഈ വർക്കൗട്ട് നമ്മുടെ ആം, ഷോൾഡർ, ബാക്ക് മസിൽ എന്നതിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇന്നത്തെ എൻ്റെ ബാക്ക് മസിലിൻ്റെ വെയിറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ബെൻഡ് ആയിട്ടില്ലായിരുന്നു എൻ്റെ ബോഡി. സോ നെക്സ്റ്റ് വർക്കൗട്ടിൽ ഞാൻ എൻ്റെ മിസ്റ്റേക്സ് ഒക്കെ തീർക്കുന്നതായിരിക്കും. എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റാണ് 100 ജമ്പിങ് ജാക്സ് എടുത്തേക്കണേ. അത് 30, 30, 40 എന്ന കൗണ്ടിലാണ് എടുത്തേക്കണത്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്യാതിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ പുറത്ത് നന്നായിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കുത്തൊലിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബസ് കയറി പോയി. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചേക്കുന്ന ഓൾറെഡി സോക്ക് ചെയ്ത് രാവിലെ എടുത്തേക്കുന്ന ഓവർനൈറ്റ് ഓട്സ് ആണ്. ഇന്നത്തെ ഫുഡ് എനിക്ക് ഉച്ചയ്ക്ക് കറക്റ്റ് ടൈമിന് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഇന്ന് എനിക്ക് നല്ല തിരക്കായത് കൊണ്ട് തന്നെ വൈകുന്നേരമാണ് കഴിക്കണത്. പിന്നെ അതിനുശേഷം രാത്രി ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അവിടെ കടയിൽ പോയിട്ട് മേടിച്ച കപ്പായിരുന്നു, അതിൻ്റെ ഷൂ ആണ്. പിന്നെ ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ നൈറ്റ് ഫുഡ് ഞാൻ ഉണ്ടാക്കി വെക്കണേ. ബിക്കോസ് ഇതിൽ ചപ്പാത്തി, ക്യാരറ്റ്, ബീട്രൂട്ട്, എഗ്ഗാണ് വന്നേക്കണേ. അതെൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി ഞാൻ പാക്ക് ചെയ്ത് എടുത്തേക്കണേ. അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, നാളെ കാണാം.